സിനിമയിലെ വളരെ റാൻഡം ആയിട്ടുള്ള ഇൻസിഡൻസ് അവരുടെ ജീവിതത്തിൽ നിന്നോ സാങ്കല്പിക കഥകളിൽ നിന്നോ എടുത്തിട്ട് അതിൻ്റെ കോർ ആയിട്ടുള്ള പ്ലോട്ട് താങ്കളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തതാണ്. അതെ അതെ, നമ്മുടെ മൂമെൻ്റാണ് ആ സിനിമയിലെ ത്രൂ ഔട്ട് പറയുന്നത്. വ്യക്തിപരമായി ഞാൻ പറഞ്ഞില്ല, ഒറ്റപ്പെട്ട വിജയമാണ് അതിൻ്റെ അകത്ത്. അതും കൂടി ചേർത്ത് വെച്ചിട്ട് അത് അവരുടെ കഥയാക്കി മാറ്റി. സംവിധായകൻ ടോമി മെട്ടി 24.comനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സാങ്കല്പിക കഥയാണ്. ഇത് ആദ്യമേ ക്രൈസ്റ്റ് കോളേജിലാണ് ഷൂട്ട് ചെയ്യാനിരുന്നത്. പിന്നീട് ചില സാഹചര്യങ്ങൾ മൂലം മഹാരാജാസിലേക്ക് പറിച്ചു നട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചരിത്ര ഒരു വസ്തുതകൾ കാരണം ആ ഒരു സാമ്യം തോന്നിയതാണെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ 3 പേരും പറയുന്നത് 3 തരത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ രൂപേഷിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ രൂപേഷ് പറയുന്നത് SFIയുടെ മേൽ SFIയിലുണ്ടായ ആധിപത്യം തകർത്തുകൊണ്ട് KSUയുടെ മുന്നേറ്റത്തെയാണ് നമ്മളിതിൽ പറയാൻ ശ്രമിച്ചത്. ആ മുന്നേറ്റം വിച്ച് ഈസ് നോട്ട് ഇവർ പറയപ്പെടുന്ന ഇയർ അല്ല. ദാറ്റ് ഈസ് വാട്ട് അതാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, അതാണ് നമുക്ക് കൺവേ ചെയ്യാനുള്ളത്. കാരണം ആ മൂവ്മെൻറ്റ് നടന്നത് 2000-ലാണ്. ഈ 6 പേര് ജയിച്ച മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 2000-ലാണ്. അപ്പോൾ അതുപോലെ ഒരു മികച്ച സിനിമ എടുക്കാൻ ഒരു ബോധവും അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് സെൻസും ഉള്ള സംവിധായകനെ ഇതുപോലെ ഒരു തെറ്റ് പറ്റുമോ? അത് അദ്ദേഹത്തിന് സ്വയം ആലോചിച്ച് കൂട്ടി ചെയ്തതാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇദ്ദേഹത്തിന് ഈ കഥ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഇദ്ദേഹത്തിന് ഇത് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ കഥ ഇതിനു മുമ്പുള്ള ഒരു മൂവ്മെൻറ്റ് ഇവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ ജിനോ ജോണിന് ആ സത്യം അറിയായിരുന്നു, ഇത് സംവിധായകനോട് ബോധിപ്പിച്ചില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഐദർ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംവിധായകൻ അത് പറയണം. ബോധിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് സംവിധാനം ഇപ്പോഴും പറയുന്നത് ഇവരുടെ കാലഘട്ടത്തിലാണ് ആ മൂവ്മെൻറ്റ് നടന്നതെന്ന്. അതുകൊണ്ടായിരിക്കാം ഈ രൂപേഷിന് അറിയില്ല എന്ന് പറയുന്നതിന് കാരണം ഈ ജിനോജൻ അത് മറച്ചു വെച്ചിട്ടുണ്ട്. ഈ സംഭവം മുൻപുള്ള സംഭവങ്ങൾ മറച്ചു വെച്ചേക്കാണ്. കാരണം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് തുണി ഉടുക്കാൻ സമ്മതിക്കില്ലെന്ന്. എന്നെ തുണി ഉടുക്കാൻ ഇനീഷ്യലി സമ്മതിച്ചിട്ടുണ്ടായില്ല. കാരണം തുണി എടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പാൻറ് ഇട്ടാൽ മതി എന്ന് നിർബന്ധമായി യൂണിയൻ ഓഫീസിൽ വിളിച്ച് അന്നത്തെ SFIയുടെ ആളുകൾ ഭീഷണി എന്നെ 2-3 വട്ടം യൂണിയൻ ഓഫീസിൽ വിളിച്ച് വരുത്തിട്ട് മേലൽ നീ തുണി ഉടുക്കത്ത് ക്യാമ്പസിൽ വരരുത്, നീ പാൻറ് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ആ ഇൻസിഡൻറ്റ് എന്നെക്കുറിച്ച് മാത്രം പറയുന്ന